മലയാളിയുടെ മനസ്സിൽ കണിക്കൊന്നയുടെ മഞ്ഞപ്പട്ടുടുത്തും കൈനീട്ടത്തിന്റെ കിലുക്കമായും സദ്യയുടെ രുചിയായും വിരുന്നെത്തുന്ന പുണ്യകാലമാണ് വിഷു. മേടമാസത്തിലെ പുതുപുലരിയിലേക്ക് മിഴിതുറക്കുമ്പോൾ അത് കേവലം ഒരു കലണ്ടർ മാറ്റമല്ല, മറിച്ച് പ്രത്യാശയുടെയും അതിജീവനത്തിന്റെയും പുതിയൊരു പ്രയാണത്തിന്റെയും തുടക്കമാണ്. സൂര്യൻ മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന രാപ്പകലുകൾ തുല്യമായി വരുന്ന വിഷുവം എന്ന പ്രതിഭാസം പ്രകൃതിയിലെ തുല്യതയെയും സന്തുലിതാവസ്ഥയെയും ഓർമ്മിപ്പിക്കുന്നു. ഈ പുണ്യവേളയിൽ ചിങ്ങം രാശിയിലെ രാജകീയ നക്ഷത്രം എന്നറിയപ്പെടുന്ന മകം നക്ഷത്രക്കാർക്ക് 2026 വിഷു എന്തൊക്കെയാണ് കാത്തുവച്ചിരിക്കുന്നത് എന്നത് ഏറെ കൗതുകകരവും സുപ്രധാനവുമാണ്. മകം നക്ഷത്രം കേതുവിന്റെ നക്ഷത്രമാണെങ്കിലും സൂര്യൻ ഭരിക്കുന്ന ചിങ്ങം രാശിയിലാണ് ഇതിന്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ അധികാരവും ആത്മീയതയും ഒരേപോലെ ഇഴചേർന്ന ഒരു വ്യക്തിത്വമാണ് മകം നക്ഷത്രക്കാരുടേത്. പിതൃക്കളുടെ അനുഗ്രഹം എപ്പോഴുമുള്ള നക്ഷത്രമായതിനാൽ തന്നെ ഏതു പ്രതിസന്ധിയിലും തളരാതെ മുന്നേറാനുള്ള ഒരു പ്രത്യേക കരുത്ത് ഇവർക്കുണ്ടാകും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പലതരത്തിലുള്ള വെല്ലുവിളികളിലൂടെയും മാനസികമായ സംഘർഷങ്ങളിലൂടെയും കടന്നുപോയ മകം നക്ഷത്രക്കാർക്ക് 2026 ഈ വിഷുപുലരി ഒരു വലിയ ആശ്വാസത്തിന്റെ കവാടമാണ് തുറക്കുന്നത്. വിഷുക്കണി കാണുന്ന ആ പുണ്യ നിമിഷം മുതൽ നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം വർദ്ധിക്കുമെന്നതാണ് ഈ വർഷത്തെ പ്രത്യേകത. ഓട്ടുരുളിയിൽ നിറച്ചുവെച്ച കണിവെള്ളരിയും കസവുമുണ്ട്, വാൽക്കണ്ണാടി, ഗ്രന്ഥം, സ്വർണം, നാണയം എന്നിവയ്ക്കൊപ്പം കണിക്കുന്നയുടെ മഞ്ഞപ്പട്ടെടുത്ത ശോഭയും കാണുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന ആ ശാന്തത ഈ വിഷു വർഷത്തിൽ നിങ്ങളുടെ കൂടെയുണ്ടാകും. ഐശ്വര്യത്തിന്റെ ഈ പൊൻകണി നിങ്ങളുടെ തൊഴിൽ രംഗത്തും കുടുംബത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന സൂചനയാണ് നൽകുന്നത്. 2026 വിഷുബലം പരിശോധിക്കുമ്പോൾ മകം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കർമ്മപഥത്തിൽ പുതിയ വെളിച്ചം കണ്ടെത്താൻ സാധിക്കും. വിഷു കൈനീട്ടം പോലെ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളും ചിലപ്പോൾ കഠിനാധ്വാനത്തിലൂടെ നേടുന്ന വലിയ വിജയങ്ങളും ഈ വർഷം നിങ്ങളെ തേടിയെത്തും. മകം പിറന്ന മങ്ക എന്നും മകം മകത്തിനെന്നൊക്കെയുമുള്ള പഴഞ്ചൊല്ലുകൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ജനിക്കുമ്പോഴേ ലഭിക്കുന്ന ആ ഒരു പ്രതാപം ഈ വർഷം കൂടുതൽ ശോഭയോടെ തെളിഞ്ഞു നിൽക്കും. ഈ വിഷുക്കാലത്ത് നിങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾക്കും നടത്തുന്ന വഴിപാടുകൾക്കും ഇരട്ടി ബലം ലഭിക്കുന്ന ഒരു കാലമാണിത്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങൾക്കും ഈ വിഷുവിന് ശേഷം വേഗത കൈവരിക്കും. കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ആരംഭിക്കുന്ന ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക അച്ചടക്കത്തെയും തൊഴിലിലെ പുരോഗതിയെയും സ്വാധീനിക്കും. ഒരു വശത്ത് പ്രൗഢിയും മറുവശത്ത് വിനയും കാത്തുസൂക്ഷിക്കേണ്ട കാലഘട്ടമാണിത്. വിഷുബലം പറയുന്നത് പ്രകാരം നിങ്ങൾ ഈ വർഷം നടത്തുന്ന ഓരോ ചുവടുവെപ്പും വളരെ ആലോചിച്ചു വേണം. സാമ്പത്തികമായ ലാഭങ്ങൾ വന്നു ചേരുമ്പോഴും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി ഭാവിയിലേക്ക് കരുതി വയ്ക്കാൻ പ്രകൃതി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൽ പുതിയ സന്തോഷങ്ങൾ വിരുന്നെത്തുകയും ആത്മീയമായ കാര്യങ്ങളിൽ മനസ്സിന് കൂടുതൽ സമാധാനം ലഭിക്കുകയും ചെയ്യുന്ന ഒരു അപൂർവ വർഷമായിരിക്കും 2026. ചുരുക്കത്തിൽ മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 2026 വിഷു എന്നത് പഴയതിനെ ഉപേക്ഷിച്ച് പുതിയൊരു അറിവോടെ പുതിയൊരു കരുത്തോടെ മുന്നേറാനുള്ള കാഹളമാണ്. കണിക്കൊന്നയുടെ പൂക്കൾ കൊഴിയുമ്പോഴും ആ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വിഷുഫലത്തിന്റെ വിവിധ മേഖലകളിലേക്ക് വിശദമായി കടക്കാം. 2026 വിഷു മുതൽ മകം നക്ഷത്രക്കാരുടെ സാമ്പത്തിക നിലയിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് ദൃശ്യമാകുന്നത്. സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടത് ഈ വർഷം അത്യന്താപേക്ഷിതമാണ്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ അപ്രതീക്ഷിത ചെലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ കൃത്യമായ ആസൂത്രണത്തിലൂടെ ഇതിനെ മറികടക്കാൻ സാധിക്കും. കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കായി പണം ചെലവാക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾക്കായി പണം പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാനുള്ള സമയമാണിത്. ഓഹരി വിപണിയിലോ വസ്തുവകകളിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. ചിന്തിക്കാതെയുള്ള നിക്ഷേപങ്ങൾ സാമ്പത്തിക നഷ്ടത്തിന് വഴിവെച്ചേക്കാം. പഴയ കടങ്ങൾ വീട്ടി തീർക്കാൻ സാധിക്കുന്ന സാഹചര്യം ഈ വർഷമുണ്ടാകും. എന്നാൽ പുതിയ വായ്പകൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. തിരിച്ചടവ് ശേഷി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെടുക. തറവാട് വകയോ പൂർവികരിൽ നിന്നോ ഉള്ള സ്വത്തുക്കൾ ലഭിക്കാനോ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനോ ഉള്ള സാധ്യതയുണ്ട്. ഇത് സാമ്പത്തിക അടിത്തറ ശക്തമാക്കാൻ സഹായിക്കും. തൊഴിൽ രംഗത്ത് വലിയ കുതിച്ചുചാട്ടങ്ങൾക്കും മാറ്റങ്ങൾക്കും 2026 വഴി തുറക്കും. മകം നക്ഷത്രക്കാരുടെ സ്വാഭാവികമായ നേതൃപാടവം തൊഴിലിടങ്ങളിൽ അംഗീകരിക്കപ്പെടും. സർക്കാർ ജോലിയിലുള്ളവർക്കും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഈ വർഷം അനുകൂലമാണ്. സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാം. മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റാൻ സാധിക്കും. എന്നാൽ സഹപ്രവർത്തകരിൽ നിന്നുള്ള അസൂയയും മത്സരങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വിഷുവിന് ശേഷം നല്ല അവസരങ്ങൾ വന്നെത്തും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങി യാത്രയ്ക്കുള്ള സാഹചര്യം തെളിയും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് 2026 ഉചിതമായ വർഷമാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം വർദ്ധിക്കുമെങ്കിലും പങ്കാളിയുമായി സുതാര്യമായ ഇടപാടുകൾ നടത്താൻ ശ്രദ്ധിക്കണം. വിപണന രംഗത്തും നിർമ്മാണ രംഗത്തും പ്രവർത്തിക്കുന്ന മകം നക്ഷത്രക്കാർക്ക് വലിയ ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ വിഷുക്കാലം സമൃദ്ധിയുടേതായിരിക്കും. പുത്തൻ കൃഷിരീതികൾ പരീക്ഷിക്കുന്നതും അതിൽ നിന്ന് ലാഭം കൊയ്യുന്നതും ഈ വർഷത്തെ സവിശേഷതയാണ്. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു വർഷമായിരിക്കും 2026.
എങ്കിലും ചില കാര്യങ്ങളിൽ മിതത്വം പാലിക്കുന്നത് ഉചിതമായിരിക്കും. ദമ്പതികൾക്കിടയിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും. ചെറിയ പിണക്കങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അവ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടി വരും. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള വർഷമാണിത്. വിവാഹപ്രായം എത്തിയ മകം നക്ഷത്രക്കാർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും. മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കാൻ ഈ വിഷുബലം വഴിയൊരുക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹം ലഭിക്കുന്നത് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും വിജയമുണ്ടാക്കും. സഹോദരങ്ങളുമായോ അടുത്ത ബന്ധുക്കളുമായോ ഉള്ള പഴയ പിണക്കങ്ങൾ മാറി ഐക്യമുണ്ടാകും. കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേക കരുതൽ വേണം. സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. ഗൃഹപ്രവേശം പോലുള്ള ശുഭകാര്യങ്ങൾക്കും ഈ വർഷം സാക്ഷ്യം വഹിച്ചേക്കാം. മകം നക്ഷത്രക്കാർ പൊതുവെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണ്. 2026 ഈ ചായ്വ് വർദ്ധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥാടന യാത്രകൾ നടത്താനും അവസരം ലഭിക്കും. ഇത് മനസ്സിന് വലിയ സമാധാനവും ഉന്മേഷവും നൽകും. ഇഷ്ടദൈവത്തെ ഉപാസിക്കുന്നതിലൂടെയും പ്രാർത്ഥനകളിലൂടെയും മാനസികമായ കരുത്ത് നേടാൻ സാധിക്കും. പിതൃപുണ്യത്തിന് പ്രാധാന്യമുള്ള നക്ഷത്രമായതിനാൽ പിതൃകർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ധ്യാനവും യോഗയും ശീലിക്കുന്നത് നന്നായിരിക്കും. ഇത് സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും ഉന്മേഷത്തോടെ പ്രവർത്തിക്കാനും സഹായിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കഠിനാധ്വാനം അനിവാര്യമായ വർഷമാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. എങ്കിലും ചിട്ടയായ പഠനത്തിലൂടെ ഉയർന്ന വിജയം കൈവരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. സാങ്കേതിക വിദ്യ, മാനേജ്മെന്റ്, നിയമം എന്നീ മേഖലകളിൽ പഠിക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. ദഹന സംബന്ധമായ അസുഖങ്ങളോ ഉദര രോഗങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വേണം. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തണം. അമിതമായ ജോലിഭാരവും കുടുംബപരമായ ഉത്കണ്ഠകളും മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം. വിനോദങ്ങൾക്കും വിശ്രമത്തിനും സമയം കണ്ടെത്തുന്നത് ആരോഗ്യത്തിന് ഗുണകരമാകും. ദൂരയാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് രാത്രികാല യാത്രകൾ ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പദവികളും ലഭിക്കും. ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം വർദ്ധിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി നിങ്ങളെ ഈ സമൂഹത്തിൽ ആദരണീയരാക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ കഴിവുകൾ പുറം ലോകം തിരിച്ചറിയുന്ന വർഷമായിരിക്കും ഇത്. കായിക താരങ്ങൾക്ക് മത്സരങ്ങളിൽ വിജയിക്കാനും പുരസ്കാരങ്ങൾ നേടാനും സാധിക്കും. കോടതി വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ വിധി ലഭിക്കാനോ ഒത്തുതീർപ്പിലെത്താനോ സാധ്യതയുണ്ട്. മകം നക്ഷത്രക്കാർക്ക് 2026 വിഷു ഒരു പുത്തൻ വെളിച്ചമാണ് നൽകുന്നത്. ജീവിതത്തിൽ അച്ചടക്കവും വിനയവും പാലിച്ചാൽ ഈ വർഷം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. ഈശ്വരവിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോവുക. അഹംഭാവം മാറി എല്ലാവരോടും വിനയത്തോടെ പെരുമാറുന്നത് ഗുണം ചെയ്യും. ധനമിടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാനെയോ ഭജിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. പിതൃക്കൾക്കായി ബലിതർപ്പണം നടത്തുകയോ കർമ്മങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നത് മകം നക്ഷത്രക്കാർക്ക് അത്യുത്തമമാണ്. അഗതികൾക്ക് അന്നദാനം നടത്തുന്നത് വലിയ പുണ്യമായി കരുതപ്പെടുന്നു. സൂര്യോദയ സമയത്ത് ആദിത്യ ഹൃദയം ജപിക്കുന്നത് ഉന്മേഷവും ഐശ്വര്യവും നൽകും.